മന്ത്രി വീണ ജോർജിനെതിരായ കയ്യേറ്റത്തിൽ 5 പേരാണ് അറസ്റ്റിൽ. ഇവർക്കെതിരെ കേസെടുത്തത് വധശ്രമത്തിനാണ്. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24 പറഞ്ഞു. We'll take a strong action there and we'll ensure the നടത്തുന്നവരുടെ അവരുടെ ഇതിനായിട്ടുള്ള കർശന നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ മാരത്തന്റെ സെക്യൂരിറ്റി ബീഫ് ചെയ്യണമെങ്കിലോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ചുകൂടി കൂടുതലായിട്ട് പോലീസ് നമ്മൾ അടുത്ത് പൊതുവായിട്ടുള്ളത് പല സ്ഥലങ്ങൾ നടക്കുന്നല്ലോ നമ്മുടെ പ്രത്യക്ഷ. അതുകൊണ്ട് വി ഹാവ് ഇൻക്രീസ് അടുത്ത പ്രൊട്ടക്ഷൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ റിംഗ് റോഡ് കൂട്ടി അധികം ആളുകളെല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമ്പോൾ അവർക്ക് അർത്ഥം വന്നിരുന്നു. അതുകൊണ്ട് അതിലേക്ക് സ്ട്രോങ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് 5 പേരിനെ ആൾറെഡി. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാം. സ്ട്രോങ് ആക്ഷൻ എടുക്കുന്നത് അത് 307 അവർ കേസെടുക്കുന്നത്. CPM-ന്റെ വ്യാപകമായ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പത്തനംതിട്ട തിരുവല്ലയിലും അടൂരിലും CPM പ്രവർത്തകർ UDF-ന്റെ കൊടിമരങ്ങളും ഫ്ലക്സും നശിപ്പിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറും കോഴിക്കോടും ദീപക് ധർമ്മടവും ചേരുന്നു. ദീപക്, 5 പേർക്കെതിരാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. പോലീസ് എടുത്ത കേസിന്റെ FIR നമുക്ക് കാണാൻ കഴിഞ്ഞോ ദീപക്? DGP രവത ചന്ദ്രശേഖറാണ് നമ്മളോട് സംസാരിച്ചത്. ഇതിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ അറസ്റ്റ് ചെയ്തവർക്കെതിരെ വധശ്രമ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. FIR സ്വാഭാവികമായും ഒരു മന്ത്രിക്ക് നേരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും Y+Z സുരക്ഷ ഉള്ള ആൾക്കാരാണ്. ക്യാബിനറ്റിൽ മെമ്പറായിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അത്തരം സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരാക്രമണമാകുമ്പോൾ അതിൻ്റെ FIR-ന് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടേ പുറത്തു വരികയുള്ളൂ. പക്ഷേ എന്നാൽ DGP രവത ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞത് ഇതിൽ വധശ്രമത്തിന് കേസെടുത്തു എന്നും 5 പേരെ വധശ്രമ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അല്പം മുമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിനുമായി സംസാരിച്ചു. അദ്ദേഹവും നിതിൻ രാജു പറയുന്നത് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ അക്രമത്തിൽ തലയ്ക്ക് തട്ടി കഴുത്തിന് ഇടിയേറ്റു എന്നുള്ളത് കൃത്യമായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. അതായത് കഴുത്തിന് മുകളിലേക്കുള്ള ഒരു ആക്രമണം സ്വാഭാവികമായി വധശ്രമമാണ്. ആ നിലയിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം DGP നമ്മളോട് പറഞ്ഞത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ആകെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. വീണ ജോർജിനെതിരെ ആസൂത്രിതമായി ഈ പ്രതിഷേധം എന്ന നിലയിൽ അക്രമം നടക്കും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആഷ്മി, ഓക്കെ, 5 പേർക്കെതിരെ വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. FIR ഡീറ്റെയിൽസ് വരുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് മന്ത്രിക്കെതിരെ നേർക്കുനേർ അതിക്രമം ഉണ്ടായതിന്റെ വിവരങ്ങൾ. FIR ഉറപ്പായും ഉണ്ടാവുകയും ചെയ്ത. ഇപ്പോൾ കാണുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിനെ കോൺഗ്രസ് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ്. ചിന്താചാരം അടക്കമുള്ളവരുണ്ട്. കൊല്ലത്താണെന്ന് തോന്നുന്നു ആ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവർ ആ സമരത്തിന്റെ മുൻനിരയിലുണ്ട്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ ജോർജ് വിഷയത്തിൽ കൊല്ലം ചിന്നക്കടയിലെ പ്രതിഷേധ ധർണയുടെ വിഷയമാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെമ്പാടും CPM ആ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഈ വൈകുന്നേരം നടത്തുന്നുണ്ട്. അതിന്റെ കൊല്ലത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഇപ്പോഴും മന്ത്രി ICUവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തന്നെയാണോ? കഴുത്തിന്റെ പരിക്ക് എന്താണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? എക്സ്റേ അടക്കമുള്ളവരുടെ വിശദാംശങ്ങൾ ലഭ്യമാണോ അജീഷ്? തുടരുന്നത്. കഴുത്തിൻ്റെ പരിക്ക് അത് സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പോലും പരിക്കുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. കണ്ണൂരിൽ ഈ അതിക്രമം ഉണ്ടായതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിലും DYFIയുടെ നേതൃത്വത്തിലും മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിലൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി KK രാകേഷാണ് സംസാരിക്കുന്നത്. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് PK ശ്രീമതി
മുൻ ആരോഗ്യമന്ത്രി കൂടിയായിരുന്നു. അവർ ഈ ആക്രമത്തെ അപലപിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ണൂർ ജില്ലയിൽ തന്നെ അരങ്ങേറുന്നതാണ് നമ്മൾ ഈ അതിക്രമത്തിന് ശേഷം കണ്ടത്. വൈകിട്ട് 3:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. മന്ത്രിക്ക് ഇന്ന് കണ്ണൂരിൽ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. രാവിലെ കല്യാടായിരുന്നു ആദ്യത്തെ പരിപാടി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു ആരോഗ്യമന്ത്രി. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കണ്ണൂർ കല്യാട് എത്തിയപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. കരിങ്കൊടി കാണിച്ചിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിലും പലയിടത്തും പ്രതിഷേധമുണ്ടായിരുന്നു. തലശ്ശേരി, കൊടുവള്ളിയിലും പയ്യാവൂരിലും ഒപ്പം തന്നെ പെരിങ്ങോമിലും ഒക്കെ തന്നെ മന്ത്രിക്കെതിരെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ദേ ഭാരത് ട്രെയിനിൽ 3:30ക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് KUC പ്രവർത്തകർ അപ്രതീക്ഷിതമായി മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടിയുമായി മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തത്. അതിനിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന വഴി, കവാടത്തിൽ നിന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോഴായിരുന്നു അകത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് മന്ത്രിക്ക് നേരേക്ക് പാഞ്ഞെടുത്തത്. ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് ആ സുരക്ഷാ കവചം ഒരുക്കിയെങ്കിൽ പോലും ഈ പ്രവർത്തകരെ പോലീസ് പിടിച്ച് ബലമായി മാറ്റുന്നുണ്ടായിരുന്നെങ്കിലും ഇതിനിടയിൽ പിടിവലിയിൽ മന്ത്രിക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് മന്ത്രി നടന്നു തന്നെയാണ്. അതിന്റെ വിവരങ്ങൾ നൽകി. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് മന്ത്രി ഉള്ളത്. മന്ത്രിയുടെ ആരോഗ്യ ഡീറ്റെയിൽസ് അല്പസമയത്തിന് അറിയാനും കഴിയും. ഇപ്പോൾ കൊല്ലത്താണ്, കൊല്ലം ചിന്നക്കടയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും J മേഴ്സിക്കുട്ടിയും അടക്കം അവിടുത്തെ വനിതാ ചിന്താചാരം അടക്കം അവിടുത്തെ വനിതാ നേതാക്കളുടെ നേതൃത്വത്തിൽ കയ്യേറ്റത്തിനെതിരെ ആക്രമിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ പ്രതിഷേധ നടക്കുന്നു. സൂര്യഗായത്രി ചെയ്യുന്നു. സൂര്യ, വലിയ പ്രവർത്തക പങ്കാളിത്തമുള്ള പ്രതിഷേധമാണെന്ന് തോന്നുന്നു അല്ലേ? ഹാഷ്മി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന പ്രതിഷേധമാണ് കൊല്ലം ചില്ലക്കടയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ആ ബാനറിൽ തന്നെ വായിക്കാം. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച കോൺഗ്രസ് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് CPM കൊല്ലം ഏരിയ കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജാഥയാണ് ചിന്നക്കടയിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. നേരത്തെ MV ഗോവിന്ദനും അതുപോലെ തന്നെ ധനമന്ത്രിയും ഒക്കെ പ്രതികരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് അതെ, സാധാരണ സംഗതിയല്ല. കേരളത്തിലെ ആദ്യത്തെ സംഭവം ഒരു മന്ത്രിക്കെതിരെ കയ്യേറ്റം. അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. മന്ത്രിയെ മനഃപൂർവ്വം ശാരീരികമായിട്ട് ബോധപൂർവമായി കേരളത്തിൽ സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ്. അതൊട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ പ്രവർത്തകരുടെ നടപടി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നടപടിയിൽ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിപ്പോൾ ചിന്നക്കട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ജാഥ. ഇവിടെ വലിയ പിന്തുണ, വലിയ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അക്രമം നടത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ്. വലിയ വിമർശനവും ആരോപണവും പ്രതിപക്ഷ നേതാവിനെതിരെ അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും ഒക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മനഃപൂർവ്വം പറഞ്ഞുവിട്ട പ്രവർത്തകരാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയത് എന്നതടക്കമുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഇത്തരത്തിലുള്ള കുറ്റവാളികളെ ഇപ്പോൾ സൈഡിൽ പ്രഷർ കാണുന്നത് കോട്ടയത്തെ ദൃശ്യങ്ങളാണ്. അവിടെ DYFI ആണോ SFI ആണോ അവിടെ ഇവിടെ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകളൊക്കെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, അവിടെ നേരത്തെയും കുറേയധികം ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടു. ഒരു സംഘർഷ സാഹചര്യത്തിലെ കാര്യങ്ങൾ പൊതുവെ കോട്ടയത്ത് പോകുന്നുണ്ടോ ടോബി? കോട്ടയത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവിടെയാണ് നേരത്തെയും അവിടെ UDF-ന്റെ പുതുയുഗയാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. CPM, DYFI, SFI പ്രവർത്തകർ ഇപ്പോഴും അവിടെ അത് സംഭവിക്കുന്നുണ്ട്. ടോബി, സംഘർഷാവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഹാഷ്മി, അതിനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ആദ്യമേ പ്രതിഷേധവുമായി എത്തിയത് SFI പ്രവർത്തകരാണ്. അവർ ടൗണിലൂടെ ഒരു പ്രതിഷേധം നടത്തി. അതിനിടയിലാണ് ഈ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് വെച്ച ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ CPM പ്രവർത്തകർ കൂടി ഈ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മന്ത്രിക്കെതിരെയുള്ള ഈ ഒരു അക്രമം അല്ലെങ്കിൽ ആ KSUവിൻ്റെ പ്രതിഷേധത്തിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സമരത്തിന് ആഹ്വാനം ചെയ്തു. അതിന് പിന്നാലെയാണ് SFI ആദ്യം ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകരും CPM പ്രവർത്തകരും ഇപ്പോൾ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നു പോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൊടികളും അതുപോലെ തന്നെ മറ്റ് ഫ്ലെക്സ് ബോർഡുകളും മറ്റുമെല്ലാം തന്നെ ഈ വഴികളിലെല്ലാം ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോൾ SFI പ്രവർത്തകർ നശിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ ഒരു വലിയ മാർച്ചിന്
ഇപ്പോൾ CPM പ്രവർത്തകർ കൂടി തയ്യാറെടുക്കുകയാണ്. CAT പ്രവർത്തകർ അതുപോലെ തന്നെ DYFI പ്രവർത്തകരും എല്ലാം തന്നെ ഈ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ മാർച്ച് കൂടി അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോലീസിന്റെ സുരക്ഷ അല്ലെങ്കിൽ കൂടുതൽ പോലീസിനെ നഗരത്തിലേക്ക് വിന്യസിച്ചിരിക്കുന്ന കാഴ്ച കൂടി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാഷ്മി, സംസ്ഥാനമെമ്പാടും CPMന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. മന്ത്രിക്കെതിരായ കയ്യേറ്റത്തിലാണ് പ്രതിഷേധം. അവിടെ കോട്ടയത്താണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതിന്, പുതുയുഗ യാത്രയുടെ ആ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതിന് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂരിൽ പ്രതിഷേധം, കണ്ണൂരിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊല്ലത്ത് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും CPMന്റെയും DYFIയുടെയും SFIയുടെയും പ്രതിഷേധം നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.